Hi friends, welcome to SmilasKitchen. ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ല ചെമ്മീൻ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്കൊന്ന് കാണാം. ഇതേപോലെ വലിയ ചെമ്മീനായിരിക്കണം കേട്ടോ. ഞാൻ തല അടക്കം എടുത്തിട്ടുണ്ട്. തല വേണ്ടാത്ത കൂട്ടിരിക്കണം, അതങ്ങോട്ട് നുള്ളിക്കളഞ്ഞ് ഒരു ചെമ്മീൻ മാത്രം എടുത്താലും മതി കേട്ടോ. ഇതേപോലെ 1/2 കിലോ ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്തത്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ലൈം ജ്യൂസ് 1/2 ലൈമിൻ്റെ ജ്യൂസാണ് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുക ഒരു 1/2 മണിക്കൂർ. 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, കരിവേപ്പില. ആദ്യം ഒരു കടായി എടുക്കുക. അതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ ഭയങ്കര ക്രിസ്പി ആക്കണ്ട, ലൈറ്റ് ഒരു ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. അതിൻ്റെ സെയിം കടായി തന്നെ എടുത്തിട്ട് പിന്നെയും ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂണ്, പിന്നെ 2 സവാള സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് സവാള എടുത്തിട്ട് നമ്മൾ ചെമ്മീൻ പെരക്കേൻ്റെ ആ മസാലയില്ലേ അതിലും കൂടെ ഇട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർക്കണം. അതും കൂടെ ചേർക്കുക. പിന്നെ കരിവേപ്പില ആഡ് ചെയ്യുക, ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് വാട്ടി കൊണ്ടുവരണം കേട്ടോ. നല്ലോണം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒരു തക്കാളി ചോപ്പ് ചെയ്തത് അതും അതിലോട്ടേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ സോട്ട് ചെയ്യുക. നല്ലോണം സോട്ട് ചെയ്ത് ഒന്നും കൂടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് സ്ലോ ഫയറിൽ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ആക്കിയതിന് ശേഷം ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സിം ഫയറിൽ ഒന്ന് ആക്കുക. ലോ ഫയറിൽ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി മൊത്തത്തിൽ തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരും. അതിന് ശേഷം ഒരു 1/4 കപ്പ് ചൂട് വെള്ളം അതിലോട്ടേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ പൊരിച്ച് വെച്ചതല്ലേ അത് അതിലോട്ടേക്ക് ഇടുക. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പെല്ലാം നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫയറിൽ ഒന്നാക്കുക. അപ്പോഴത്തേക്ക് നല്ലോണം വരണ്ട് വരും. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് വേണം ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം തുറന്ന് വെച്ച് നല്ലോണം ഹൈ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒട്ടും ചാറില്ലാത്ത രീതിയിൽ വേണം വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തവ ഫ്രൈ ഇല്ലേ അതേപോലെ ഇരിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വരണ്ട് വരണം. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് ആയിട്ട് സെർവ് ചെയ്യുക. ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള അടിപൊളി ചെമ്മീൻ അതിൻ്റെ കൂടെ ചോറോ എന്താ വേണ്ട നിങ്ങൾക്ക് കൂട്ടി കഴിച്ചു നോക്ക്. ബിരിയാണീൻ്റെ കൂടെയോ എന്തായാലും അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ല ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.